ശരി, ശ്രീ മുജീബ് റഹ്മാൻ, അതാണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ. കാരണം ഈ മുനമ്പം വിഷയം ഒപ്പം തിരിച്ചുവരാം ഫാദർ, ദയവായി തുടരുക. ഈ സംഭവിക്കുന്നത്, ഈ കേരളത്തിൽ സംഭവിക്കുന്ന ഒരു മാറ്റം, ഇന്നിപ്പോൾ സമസ്തയുടെ മുഖപ്രസംഗം ഒപ്പം കത്തോലിക്ക സഭയുടെ ദീപികയുടെ മുഖപ്രസംഗം ഒക്കെ കാണുമ്പോൾ താങ്കൾക്ക് മനസ്സിലാകുന്നത് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ച കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അത് കേരളത്തിൽ ആ തരത്തിൽ തന്നെ ഏൽക്കുന്നു എന്നുള്ളതാണോ? നോക്കൂ, BJP മുജീബ് റഹ്മാൻ, മുജീബ് റഹ്മാൻ പറയൂ. എന്നോടാണോ? അതെ, അല്ല, മുജീബ് റഹ്മാൻ. സോറി. എനിക്കൊന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ പാനലിസ്റ്റുകളിലെ ഭൂരിഭാഗവും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടും വഖഫിനെതിരെയും മുനമ്പത്തെ വിഷയത്തിലെ അവിടുത്തെ സമരം ചെയ്യുന്ന സമരസമിതിയോട് അനുകൂലമായി സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അല്പം സമയം തന്നാൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയുള്ളൂ. ഒന്ന്, ഇവിടെ മുനമ്പം സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റും പ്രതിപക്ഷവും നിലവിൽ ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും കേന്ദ്ര ഗവൺമെന്റും മറ്റ് മുഴുവൻ സംവിധാനങ്ങളും ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധം നിലവിൽ അവിടെ 610 കുടുംബങ്ങൾ അവിടെ കഴിയുന്നു എന്നുള്ളതും ആ ഭൂമിയിൽ നിന്ന് അവരെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി ഒരു കൂട്ടർ ശ്രമിക്കുന്നു എന്നുള്ളൊക്കെ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരുന്നത്. ഒന്നാമതായി എനിക്ക് ചോദിക്കാനുള്ളത്, മുനമ്പത്തെ 610 കുടുംബങ്ങളുണ്ട് എന്ന് ഗവൺമെന്റുകളെ ബോധ്യപ്പെടുത്താൻ സമരസമിതി ഈ സമയം വരെ ഈ 610 കുടുംബങ്ങളുടെ വിശദമായ വിവരങ്ങളോ അവർ താമസിക്കുന്ന ആ പുരയിടത്തിന്റെ അവരുടെ വസ്തുവിന്റെ രേഖകളോ ഇന്നേ വരെ സർക്കാരിന്റെ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അതല്ലെങ്കിൽ റവന്യൂ അധികാരികളെ, ജില്ലാ കളക്ടറെ ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഈ സമയം വരെ തയ്യാറായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ആദ്യമായി ഉന്നയിക്കുകയാണ്. 2, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഫാദർ ജോഷി മയ്യാട്ടിൽ ഉൾപ്പെടെയുള്ള, അതേപോലെ തന്നെ BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ജിജി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്നുണ്ടായിരുന്നു മുനമ്പം വിഷയം പരിഹരിക്കപ്പെടും. മുനമ്പം വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലമെന്റിലെ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച് വോട്ടിനിട്ട് പാസാക്കി, അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാജ്യസഭ ചർച്ച ചെയ്ത് വോട്ടിനിട്ട് പാസാക്കിയ ആ വഖഫ് നിയമ ഭേദഗതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ നാം ഈ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തില് അതിന്റെ കടമ്പകൾ പാർലമെന്റ് കഴിഞ്ഞു, രാജ്യസഭ കഴിഞ്ഞു. ഇനി ഇന്ത്യൻ പ്രസിഡന്റിന്റെ മുന്നിലേക്ക് അത് എത്തപ്പെട്ടുകൊണ്ട് അതൊന്ന് ഒപ്പുവെക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ മുനമ്പത്തെ വിഷയം പരിഹരിക്കപ്പെട്ടല്ലോ, നിലവിൽ ആ സമരം പിൻവലിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. കാരണം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം മുനമ്പം പ്രദേശത്തുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് എങ്കിൽ പിന്നെ അവിടെ സമരം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ നേരത്തെയൊക്കെ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള ചർച്ചകൾ നടത്തപ്പെടുമ്പോൾ മുനമ്പം സമരസമിതിയുടെ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോഴും വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതിനിധികളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പറയാനുള്ള ഒരു അവസരം ഇതേവരെ നൽകിയിട്ടില്ല. ഞാൻ പറയുന്നു, അവിടെ 1948 സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ വില കൊടുത്തു വാങ്ങിയ ഭൂമിയാണ് ഈ 404.76 ഏക്കർ. അതിന്റെ രേഖകളൊക്കെ മുനമ്പ പ്രദേശത്തുള്ള മുനമ്പ നിവാസികളുടെ മുമ്പിൽ പോലും ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അത് മാധ്യമങ്ങളിൽ പത്രസമ്മേളനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 1950 സിദ്ദിഖ് സേട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തി 1948 ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ അവിടെ ആ പറയപ്പെടുന്ന 404 ഏക്കറിൽ ജനങ്ങൾ, ഞാനിപ്പോ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ ആ 10 സെന്റ് സ്ഥലത്ത് മറ്റൊരാൾ താമസിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ സ്ഥലം വാങ്ങില്ല. കാരണം ആ സ്ഥലം അവിടെ നിന്ന് ആളെ ഒഴിപ്പിച്ച് അത് അളന്ന് തിട്ടപ്പെടുത്തി എനിക്ക് തന്നാൽ മാത്രമേ ഞാൻ ആ 10 സെന്റ് സ്ഥലം വാങ്ങുള്ളൂ. അപ്പൊ 404 ഏക്കർ 1948 വാങ്ങിച്ച സിദ്ദിഖ് സേട്ട് വെറും വിഡ്ഢിയായിരുന്നോ? അതല്ലെങ്കിൽ അദ്ദേഹം ഈ പറയപ്പെടുന്ന 1950 ഇവിടെ സമരസമിതിയുടെ പ്രതിനിധികളൊക്കെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ തലമുറകൾ പതിറ്റാണ്ടുകളല്ല നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു പ്രദേശമാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശനും പത്രക്കാരോട്, ചാനലുകാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു, അവിടെ നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന, അവിടെ പച്ചക്കള്ളമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരസമിതിയും അതേപോലെ തന്നെ ജോഷി മയ്യാട്ടിലച്ചൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ പറയപ്പെടുന്ന സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഭൂമി വാങ്ങിക്കുന്ന സമയത്ത് 12 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 12 പേരെ പുനരധിവസിപ്പിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ ഭൂമി വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഗൗരിയമ്മയുടെ കാലത്ത് ഇവിടെ
ഇതേ രീതിയിൽ ഭൂമിയില്ലാത്ത ആളുകൾക്കൊക്കെ ഭൂമി കൊടുക്കുന്ന നിയമങ്ങളൊക്കെ ഇവിടെ ഉണ്ടായല്ലോ. ഈ പറയപ്പെടുന്ന രീതിയിലൊക്കെ അന്നൊന്നും ഈ മുനമ്പം വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. 1961 ഫാറൂഖ് കോളേജ് പറവൂർ കോടതിയിൽ കൊടുത്ത ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധി ന്യൂസ് 18 ചാനലിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും മറ്റു പല ചാനലുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. 61 വന്നിട്ടുള്ള വിധി മുനമ്പം പ്രദേശത്തെ നിവാസികൾക്ക് അനുകൂലമായിരുന്നില്ല. അതിനുശേഷം മുനമ്പം പ്രദേശത്തുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. അവിടുത്തെ ഈ പറയപ്പെടുന്ന കയ്യേറ്റക്കാരായിട്ടുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചുകൊണ്ട് അത് നിലവിലുള്ള അവസ്ഥയിൽ ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണു എന്ന് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായി. താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സാങ്കേതികതയുണ്ട്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് ശ്രീ മുജീബ്, നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത് അവിടെ ഇപ്പോൾ 650 പല കുടുംബങ്ങളുണ്ട്. നീതി വേണമെന്നുള്ളത് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിനുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെയല്ല. ഇവിടെ ബാക്കിയുള്ള പ്രതിനിധികൾ ടൂർ പോയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോ ഒരുപാട് സമയം എടുക്കുന്ന അവസ്ഥ ഉണ്ടായി. എനിക്ക് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാനുള്ള അവസരം തരേണ്ടതുണ്ട്. 2022 ഇടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ മുനമ്പം വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ കരമടക്കാനുള്ള അനുമതി കൊടുത്തല്ലോ. ഇവിടെ ജോഷി മെയ്യാട്ടിൽ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുമ്പോൾ ഈ സമരസമിതിക്ക് അനുകൂലമാണല്ലോ ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത്, സംസ്ഥാന ഗവൺമെന്റ് ഉള്ളത് സമരസമിതിക്ക് അനുകൂലമാണ്, പ്രതിപക്ഷം കോൺഗ്രസ് ഉള്ളത് സമരസമിതിക്ക് അനുകൂലമാണ്, ഇവിടുത്തെ കേരള കോൺഗ്രസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുള്ളത്, കേന്ദ്ര ഗവൺമെന്റ് ഉള്ളത്, എല്ലാവരും സമരസമിതിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഇവിടെ കോൺഗ്രസോ CPM ഇടതുപക്ഷമോ ബാക്കി എല്ലാ പ്രസ്ഥാനങ്ങളും ഈ പറയപ്പെടുന്ന അവിടെ സമരം നടത്തുന്ന ആളുകൾക്ക് അനുകൂലമായിട്ട്. പക്ഷേ അവിടെ ആ ഭൂമി കയ്യേറിയിട്ടുള്ള ഭൂമിയാണ്. ആ കയ്യേറിയിട്ടുള്ള ഭൂമികളിൽ നിയമപരമായ രീതിയിൽ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയില്ല. അങ്ങനെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്ന് അവകാശം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് സംരക്ഷണ സമിതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഈ പറയപ്പെടുന്ന 610 പേരാണെങ്കിലും അവിടെ 185 ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ ഒരു സമിതി നിയോഗിച്ചത് പോലും കോടതി കളഞ്ഞിട്ടുണ്ട്. ഇല്ലല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1976 ഹൈക്കോടതി ഉണ്ടായിട്ടുണ്ട്. അല്ലെ ഇതിന് ഞാനൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തീർക്കട്ടെ. നമ്മളിപ്പോ ഇത്രയും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി ചാനൽ ചർച്ചകളിലും ബാക്കിയുള്ള ചർച്ചകളിലും ഒക്കെ മുനമ്പം വിഷയം പരിഹരിക്കണമെന്നുള്ള ചർച്ചയാണ്. ഇപ്പോ അതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ലല്ലോ. നിലവിൽ പാർലമെന്റിലും രാജ്യസഭയിലും ഈ പറയപ്പെടുന്ന രീതിയിൽ വഖഫ് ഭേദഗതി നിയമം പാസാക്കി കഴിഞ്ഞു. മുനമ്പത്തുകാർക്ക് അവിടെ പടക്കം പൊട്ടിച്ചും അവിടെ ലഡു വിതരണം നടത്തിയും BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ സ്വീകരിച്ചും അവിടെ 25 പേരോ 30 പേരോ BJPയിൽ അംഗത്വെടുത്തുകൊണ്ടൊക്കെ അവരതിനെ ആഘോഷിക്കുകയാണ്. അപ്പോ നിലവിൽ നമ്മൾ ഇനിയിപ്പോ മുനമ്പത്തുകാരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് അത് പരിഹരിച്ചു കഴിഞ്ഞു. അല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന ആ വിഷയമല്ല, ആ വിഷയം പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ കുറിച്ചാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു വരാം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം.